ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാത്തൂന് സർപ്രൈസായിട്ട് നമ്മളൊരു ബർത്ത്ഡേ ട്രീറ്റ് കൊടുത്തൊരു വീഡിയോ ആണ്. അപ്പം മാർച്ച് 25-നായിരുന്നു ബർത്ത്ഡേ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ താമസിച്ചത് കാരണമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ബർത്ത്ഡേയുടെ അന്ന് അവളെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് ഡെലിവറി ആയി കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ താമസിക്കുന്നതിനടുത്തായിരുന്നു ആ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് ബ്രോ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് അപ്പോൾ ആ ഒരു ടൈം എൻ്റെ വാഷിംഗ് മെഷീനും ഒന്നൊരു ചീത്തയായിരുന്നു. അപ്പം തുണി കഴുകാനാണെന്നും പറഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ പ്ലാൻ ചെയ്ത് ഇവിടുന്ന് നമ്മൾ അങ്ങനെ പോയിട്ട് അവരെ ആ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള നമ്മളെപ്പോഴും വീഡിയോയിൽ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കേക്കും ഫ്ലവറും ബൊക്കെ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഫ്ലാറ്റിൻ്റെ വെളിയിൽ ഇങ്ങനെ വിളിച്ച് നിന്ന് അങ്ങനെ ഉള്ളൊരു ട്രീറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പം പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഇവൾ വന്നതിന് ശേഷമുള്ള കുഞ്ഞു കുഞ്ഞു എന്താ പറയുന്നത് ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം കൂടെ ഞാൻ ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുഞ്ഞു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം കൂടെ ആ ക്ലിപ്പുകളെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ. പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം അവൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് ഡയലോഗുകൾ കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻട്രോ പറഞ്ഞത്. ഇപ്പം ബർത്ത്ഡേ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടിട്ട് വാ. ദാ നമ്മൾ ബ്രോയെയും നാത്തൂനെയും അവരുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ ഫ്ലാറ്റിലേക്ക്. നാത്തൂന് അറിയത്തില്ലായിരുന്നു നാത്തൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ഞങ്ങൾ തുണി കഴുകാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവരെയും പിക്ക് ചെയ്ത് നമ്മൾ പോകുന്നത്. ലൈറ്റ് പോയേക്കാം. അതെന്തെങ്കിലും ലൈറ്റ് മാത്രം കിടക്കുന്നു. നീ ഓഫ് ചെയ്തിട്ട് എന്താണ് കേറ്? എന്തൊരു കഷ്ടമാണ് പറയുന്നത്. വാഷിംഗ് മെഷീൻ കേടായതാ, തുണി എടുത്തില്ല ഞങ്ങൾ. പിന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് സത്യത്തിൽ തുണി ഞാനും കൂടെ വന്നയാ. അവരൊക്കെ എന്ത് ചെയ്യും? കേക്കിപ്പോ പോവും. ലൈറ്റ് ഇട. അവരെന്ത് ചെയ്യേ? എടുക്കില്ല മോനെ, എടുക്കല്ല. നിങ്ങളപ്പോ എവിടെ നിന്ന്? എവിടെ ആണ്? ഏറ്റുപോയോ? ഇതാ താഴെ വരുന്ന ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബൊക്കയും കേക്കും ബലൂൺസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് അവർ പുറത്ത് മാറി സ്റ്റെയറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാനും കണ്ടില്ല അവരവിടെ നിൽക്കുന്ന കാര്യം. പിന്നെ അവരെല്ലാവരും കൂടെ കയറി വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഈ ബൊക്കയിലെ ഫ്ലവറാണ് നമ്മൾ ഈദിൻ്റെ ടൈം കുഞ്ഞീവായിട്ട് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത്. ഈദിന് മുന്നേ ഉള്ള റമദാൻ ടൈമിലുള്ള വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ വൈകിയത് കാരണമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടീസിലോട്ടൊക്കെയാണ് പോയത്. ഹൈസൂട്ടനാണെങ്കിൽ ബലൂൺസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇലുമിനേഷൻ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. അവൻ പോയി തൊടുമ്പോഴത്തേക്ക് അതാണ് ആങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നത് അവനെ. പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐസൂട്ടന്. ഇതാ അവര് കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആമിന, ഹാപ്പി ബർത്ത്ഡേ ടു യു. തുപ്പിക്കളഞ്ഞു.
മറ്റേ സാധനം ഉണ്ടായിരുന്നോ? പൊട്ടിക്കുന്ന സാധനം ഉണ്ടായിരുന്നോ? ആ, അത് ശരി. അയ്യോ ദാ പൊട്ടിച്ച് എല്ലാരും ഒരു ഇതിൽ നിൽക്കുക. ഗുഡ് ഗേൾ ആണ്. കഴിച്ചാണ് ആസിന്റെ മുഖം കാണില്ല. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടീസും ബൊക്കെ കൊടുക്കൽ പരിപാടീസും ഒക്കെ കഴിഞ്ഞു. അടുത്തത് കേക്ക് സെർവ് ചെയ്യുക, നമുക്ക് കഴിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. കേക്കൊക്കെ കഴിച്ചു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ ഫ്ലേവർ എന്ന് ഞാനിപ്പോൾ മറന്നുപോയി. നല്ല കേക്കൊക്കെ ആയിരുന്നു അത്. നമ്മുടെ സലൂണിലെ ഫ്രണ്ട്സും നമ്മുടെ ബ്രോൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ സലൂണിലെ അനിൽച്ചേട്ടനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. എല്ലാം സൂപ്പർ ഫുഡായിരുന്നു. കുഞ്ഞു പിന്നെ ബലൂണൊക്കെ കണ്ടപ്പോഴാണ് പതുക്കെ കയ്യിൽ നിന്ന് ഇറങ്ങിയത്. അത്രയും നേരം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവൾക്ക് അന്നേരം കമ്പനിക്ക് ആളിനെ കിട്ടി. കൃതിമോൾ ഉണ്ടായിരുന്നു. മീനുവിൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ കൃതിമോളും ഇറങ്ങി കളിക്കാൻ തുടങ്ങി. കറികളെല്ലാം അനിൽച്ചേട്ടനാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ചിക്കനും ബീഫും കണവയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും അപ്പവും ഒറട്ടിയും, അതായത് അരിപ്പത്തിരിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറേ നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം തന്നെ സമയം 1:30 എന്തോ ആയി രാത്രിയിൽ. ഇത്രയൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ദാ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മുടെ നാത്തൂൻ വന്നപ്പോഴത്തേക്കുള്ള ഓരോ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെയും കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഒന്ന് കണ്ടു നോക്ക്. ഇവരെ കല്യാണം കഴിഞ്ഞത് 2021 ഒക്ടോബറിലാണ്. അപ്പം അത് കഴിഞ്ഞ് 2022 മാർച്ചിലെ ബർത്ത്ഡേ സെലിബ്രേഷനാണിത്. കണ്ടോ? അത് ഫോൺ പിടിയാ. അവന് കൊടുക്കുമ്പോ ഫോൺ പിടിയാ. അല്ലെങ്കിൽ അവന് കൊടുക്കുമ്പോ ഫോൺ പിടിക്കില്ല. അവിടെ നിന്നോ മതി. 2022 ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതായിരുന്നു ഞാൻ ആദ്യം കേക്ക് നാത്തൂൻ തന്നപ്പം വേണ്ടാന്ന് പറഞ്ഞത്. കാരണം എനിക്ക് ഷുഗർ ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല. ബാക്കിയെല്ലാം നമ്മുടെ കസിൻസ് ആയിരുന്നു. അവർക്കെല്ലാം കൊടുത്ത് അവരെ എല്ലാവരും കൂടെ വന്നിട്ടാണ് അന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അന്നത്തെ കേക്ക് വാഞ്ചിയോ ആയിരുന്നെന്ന് തോന്നുന്നു. കസിൻസ് എല്ലാവരും കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും എന്നെ കാണാനും കൂടെ ആയിരുന്നു വന്നിരുന്നത് അവിടെ. അന്നേരം നമ്മൾ നിന്നത് ഒരു റെന്റ് ഹോമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. കുറേ നാളുകൊണ്ടേ പറയണമെന്ന് വിചാരിക്കുവാണ്, നടക്കുന്നില്ല. ബ്രോയും കസിൻസും എല്ലാവരും കൂടെ കളിയാക്കുകയും വർത്താനം പറയുന്നൊരു വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. കേക്ക് തിന്നുകയും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും എന്താ പറയുന്നത് ചിരിക്കലും ബഹളമായിട്ടുള്ളൊരു നല്ലൊരു കുറേ നല്ല നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ എല്ലാവരും കൂടെ ബ്രോയുമായിട്ട് സംസാരിക്കലും കഴിക്കലും അവിടെ കുറേ നേരം നിന്ന് കാര്യം പറയുകയൊക്കെ ചെയ്തു. ഞാൻ ആ സമയം പോയി കിടന്നു. എനിക്ക് അത്രയും നേരം ഒന്നും ഇരിക്കാനൊന്നും പറ്റുന്ന ഒരു ടൈം ആയിരുന്നില്ല. പിന്നെ ഇവർ റീൽസ് എടുക്കലും പരിപാടീസും ഒക്കെ ആയിട്ട് അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. ഇതാ ബ്രോ നാത്തൂന് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഡയമണ്ടിൻ്റെ റിങ്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് മാത്രം എന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. കാരണം ഞാൻ ഈ ഫോട്ടോസിന് മാത്രം വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പിന്നെയും പോയി കിടക്കും, പിന്നെയും ഇരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റേജ് ആയിരുന്നു എൻ്റെത്. പിന്നെ കുറേ അന്നത്തെ ഫോട്ടോസാണ്, നല്ല മെമ്മറീസ് ആയിരുന്നു അതൊക്കെ.
പിന്നെ നാത്തൂൻ കുവൈറ്റിൽ വന്നതിന് ശേഷം അവരൊരുമിച്ചിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അത്. അതിന്റെ ഒരു കുറേ ക്ലിപ്സാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അന്ന് ലൈഹാൻ വാവെ പ്രഗ്നന്റ് ആയിരുന്നു നാത്തൂന്. ലൈഹാൻ വാവെ ഡെലിവറി ആയതിനു ശേഷം നാട്ടിൽ നിന്ന് ലൈഹാൻ വാവയായിട്ട് നാത്തൂനും എല്ലാം കൂടെ നാത്തൂന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു വന്നത്. അപ്പൊ അന്ന് കേക്ക് കിട്ടിയത് ചെറിയൊരു ക്ലിപ്പാണിത്. ഇതെല്ലാം ഞാൻ വ്ളോഗിന് വേണ്ടിയിട്ട് ഓരോ ട്രിപ്പ് എടുത്തെടുത്ത് വെച്ചിരുന്ന വീഡിയോസ് ആണ്. പിന്നെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ഇടാൻ പറ്റിയില്ല, അതാണ്. പിന്നെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.